അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കേരള കോൺഗ്രസിന്റെ മുൻ നേതാവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മഞ്ചേരി ബാറിലെ അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം എന്താണ് എന്നാണ് ഷഫീദിന് ഇപ്പോൾ അതിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, പ്രാഥമികമായി ഈ വിഷയത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് ഈ ആര് മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തന്നെ BJP നേതൃത്വത്തെ സംബന്ധിച്ച്, സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അങ്ങനെ BDJSന്റെ പന്തിൽ ആ കോർട്ടിലേക്ക് പന്തടിച്ചു കൊടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നാൽ അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ മാറി നിന്നു കഴിഞ്ഞാൽ അത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ BJPയുടെ ഈ പ്രാതിനിധ്യത്തെ അടക്കം ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക അത് സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് BJP മാറി നിൽക്കേണ്ടതില്ല, BJP തന്നെ ആ വിഷയത്തിൽ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനം അത് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഏതാണ്ട് ഒരു ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനായിരുന്നു അക്കാര്യത്തിലൊക്കെ ഇന്നലെയും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നിലപാട് പറഞ്ഞത്. ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. മത്സരിക്കണം, BJPയുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്നുള്ള തീരുമാനം ഇപ്പോൾ കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്നു. അതായത് സംസ്ഥാന അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് തുടക്കത്തിൽ കൈക്കൊണ്ടത്. ഇത് വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. BDJSലേക്ക് പിന്നീട് ഇത് കൈമാറുന്നു. എന്നാൽ അവർ ചില സ്ഥാനാർത്ഥികളുടെയൊക്കെ കാര്യത്തിൽ ചർച്ച ആയെങ്കിൽ പോലും അത് വേണ്ടതില്ല എന്നത് അത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞത് ജയിക്കാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് അത് വീണ്ടും ദേശീയ നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നാണോ അറിഞ്ഞത് ഷഫീദ്? അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചേക്കും എന്നുള്ള സൂചനകളായിരുന്നു നൽകിയിരിക്കുന്നത്. മത്സരിക്കുന്ന കാര്യത്തിൽ തിങ്കളാഴ്ചയ്ക്ക് മുൻപ് തീരുമാനമുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം മുൻ നിലപാടിൽ നിന്ന് മാറി മത്സരിക്കുന്നില്ലെന്ന് പറയുന്നില്ല. അനാവശ്യമായ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് LDFും UDFും ആണെന്ന് രാജീവ് ചന്ദ്രശേഖരൻ ആവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മുൻ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറാനും തയ്യാറായില്ല. എന്നാൽ BJPയിലെ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം അവർ ശക്തമായി ഈ അഭിപ്രായത്തിനെതിരായിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനം, ആ കുറിപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അത് ദേശീയ നേതൃത്വത്തിന്റെ കൂടി ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ BJP സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിലുള്ള ഒരു മത്സരം തന്നെ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നു. അങ്ങനെ ഒരു കടുത്ത പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. 3 മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ ചിഹ്നത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.